മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിന്റെ നിയന്ത്രണം പിടിച്ചു മെയ്തി തീവ്രവാദ സംഘടനയായ ആരംഭൈ തെങ്കോൾ. ഒന്നും ചെയ്യാനാകാതെ നോക്കുകുത്തിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. ആരംഭൈ തെങ്കോളിന്റെ യോഗത്തിൽ കേന്ദ്രമന്ത്രി രഞ്ജൻ സിംഗിന്റെ പങ്കാളിത്തം ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. PG അരുൺ ദില്ലിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എത്രയോ മാസങ്ങളായി മണിപ്പൂർ ഇങ്ങനെ നിന്ന് കത്തുന്ന ഒരു അവസ്ഥയിൽ ഈ മെയ്തൈ കുക്കി പരസ്പരമുള്ള സംഘർഷം കാര്യങ്ങളൊക്കെയും എത്തിയ നിരവധി സമയമുണ്ടായിരുന്നു. ഇതിന്റെ തുടക്കത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ അവസരോചിതമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ ഒരു വേള കോടതിയുടെ ഇടപെടൽ തന്നെ ഉണ്ടായ ഘട്ടമുണ്ടായിരുന്നു. എന്നിട്ടും ഒന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിൽ രാജ്യചരിത്രത്തിൽ തന്നെ കേട്ടുകേഴ്വിയില്ലാത്ത ഒരു സംഭവം ഇപ്പോൾ ഇംഫാലിൽ. കാവ്യ, തീർച്ചയായും. കാരണം നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങളാണ് മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാലിൽ നിന്ന് ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാലിൽ ഈ മെയ്തി തീവ്രവിഭാഗമായ ആരംഭൈ തെമ്പാൽ എന്ന് പറയുന്ന ഒരു തീവ്രവിഭാഗം അധികാരത്തിൽ എത്തി എന്നുള്ള ആ ഒരു തലസ്ഥാനത്തിൻ്റെ അധികാരം പിടിച്ചെടുത്തുന്ന തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ അവിടെ റൂട്ട് മാർച്ച് നടത്തുകയുണ്ടായി. കാരണം അത്യാധുനിക ആയുധങ്ങളുമായി ആണ് ഈ ആയുധ സംഘം, ഈ മെയ്തിയുടെ തീവ്രവിഭാഗം മണിപ്പൂരിൽ റൂട്ട് മാർച്ച് നടത്തിയത്. കൂടാതെ 45 BJP എംപിമാരെയും കൂടാതെ 45 BJP MLA-മാരെയും കൂടാതെ കോൺഗ്രസ് അംഗങ്ങളെയും JDU വിഭാഗത്തിൽപ്പെടുന്ന നേതാക്കളെ 2 MLA-മാരെ ഉൾപ്പെടെ ഈ മണിപ്പൂരിലെ ഇംഫാലിലെ ഉൾക്കൊള്ളുന്ന കോട്ടയ്ക്കകത്തെത്തി മണിപ്പൂരുമായി ബന്ധപ്പെട്ട അഖണ്ഡത ഈ മണിപ്പൂരിൻ്റെ ഐക്യ പ്രതിജ്ഞ എടുപ്പിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരമെന്ന് പറഞ്ഞാൽ BJPയുമായി ബന്ധപ്പെട്ട് വിമർശനം നടത്തിയ കോൺഗ്രസിൻ്റെ PCC പ്രസിഡന്റ് ക്രൂരമർദ്ദനവും ഇതുമായി ബന്ധപ്പെട്ട് മെയ്തി തീവ്രവിഭാഗങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന തരത്തിലുള്ള വാർത്തകളും ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഒരു രാജ്യത്തിലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ നിയന്ത്രണം ഒരു തീവ്രവിഭാഗം ഏറ്റെടുക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിൽ തന്നെ കൃത്യമായ ഒരു ക്രമസമാധാന പാലനം പാലിക്കുന്ന തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. കാരണം ഇതിൽ തന്നെ ഒരു സംസ്ഥാന തലസ്ഥാനത്തിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ നിയന്ത്രണം എത്തരത്തിൽ ഇവർ ഒരു തീവ്രവിഭാഗം കൈയാളി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് BJP സർക്കാരിനെ വിമർശിച്ചതിനാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷന് ക്രൂരമർദ്ദനം ഈ തീവ്രവാദികളിൽ നിന്നും ഏൽക്കേണ്ടി വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ വെടിവെപ്പ് നടന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ വെടിവെപ്പിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കൂടാതെ 4 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും 8 മാസത്തിനിടയ്ക്കിൽ 300-ലധികം മരണങ്ങളാണ് അല്ലെങ്കിൽ കൊലപാതകങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് മണിപ്പൂരിൽ അരങ്ങേറിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സംസ്ഥാന സർക്കാരും BJPയുടെ കേന്ദ്ര സർക്കാരും മൗനം പാലിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നമുണ്ടാകുമ്പോൾ കേന്ദ്രസേനയെ ഉൾപ്പെടെ പലയിടങ്ങളിൽ വിന്യസിക്കുന്നുണ്ട്. ചെറുതായിട്ടുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ കേന്ദ്രസേനയെ അവിടെ വിന്യസിക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്.